Hi friends, I am Niyas. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്ക് പ്രത്യേകിച്ചും പ്രവാസികൾക്ക് GCC കൺട്രിയിലുള്ള എസ്പെഷ്യലി ഒമാനിലുള്ള മലയാളികളെ ഉദ്ദേശിച്ചാണ് ഞാൻ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. നമ്മളൊക്കെ വളരെ പ്രത്യേകിച്ചും പുതുതായി വരുന്ന പ്രവാസികൾ ഇവിടെ ഒമാനിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രധാന ഒരു പ്രശ്നം നമുക്ക് അറിയാം, ഇവിടെ പബ്ലിക് ട്രാൻസ്പോർട്ട് കുറവാണ്. അതുകൊണ്ട് തന്നെ ലൈസൻസിൻ്റെ കാര്യത്തിൽ നമുക്ക് കുറച്ചുകൂടി ഈവൻ ദോ UAE പോലും പബ്ലിക് ട്രാൻസ്പോർട്ട് കുറച്ചും കൂടി സുലഭമാണ്. അതുകൊണ്ട് തന്നെ അവർക്കൊന്നും ഇത്തരത്തിൽ ഇതിൻ്റെ ആവശ്യം വരാറില്ല. പക്ഷേ ഒമാനിൽ പ്രത്യേകിച്ചും ലൈസൻസ് എടുക്കുക എന്ന് പറയുന്നത് ഒമാനിനെ സംബന്ധിച്ച് നമ്മളൊന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം, പുതുതായിട്ട് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ നമുക്കൊന്നുകൂടി ഒന്നുകൂടി ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒമാനിൽ ലൈസൻസ് കൂടിയേ തീരും. അപ്പോൾ ഒമാനിലെ ലൈസൻസ് എടുക്കുക എന്നുള്ളത് എല്ലാവരും പറയും ഇത് കിട്ടാൻ വളരെ പാടാണ്. കഴിഞ്ഞ ഏകദേശം 18 വർഷത്തോളമായിട്ട് എൻ്റെ ചെറുപ്പകാലം മുതൽ 12-ാം വയസ്സ് മുതൽ ഞാൻ ഇന്ത്യയിൽ ഡ്രൈവ് ചെയ്യുന്നുണ്ട്. വീട്ടിൽ കാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പഠിച്ചത് ഒരു ജീപ്പിലാണ്. ഏറ്റവും പഴയ 1980 മോഡൽ ജീപ്പിലാണ് ഞാൻ എൻ്റെ ഡ്രൈവിങ് തുടങ്ങുന്നത് തന്നെ. അപ്പോൾ ഞാൻ വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു, കാരണം ഇന്ത്യയിൽ അത്രയും വർഷത്തെ എക്സ്പീരിയൻസ്, മാത്രമല്ല ഡ്രൈവിങ് എനിക്കൊരു പാഷനായിരുന്നു. ഞാനും സാധാരണ ആളുകളെ പോലെ തന്നെ ഈ കഥകൾ ഞാനും കേൾക്കുന്നുണ്ടായിരുന്നു. ഒമാനിൽ ലൈസൻസ് കിട്ടാൻ വളരെ പ്രയാസമാണ്, പ്രത്യേകിച്ച് GCCയിലെ രാജ്യങ്ങളിലെല്ലാം ലൈസൻസ് കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കടമ്പയാണ്. നമുക്കൊരു PhD അവാർഡ് കിട്ടുന്ന പോലെയാണ് ഇവിടുത്തെ ലൈസൻസ് കിട്ടുക എന്നൊക്കെ ആയിരുന്നു ഞാൻ കേട്ടിരുന്നത്. വിചാരിച്ചു അതൊക്കെ ആളുകൾ വെറുതെ പറയുന്നതായിരിക്കും. ഇവിടുത്തെ ലൈസൻസിൻ്റെ പ്രൊസീജിയറിനെ കുറിച്ചാണ് ഞാൻ ആദ്യം പറയുന്നത്. പ്രത്യേകിച്ച് നമുക്ക് ഒമാനിലെ ലൈസൻസ് എടുക്കാൻ വേണ്ടി റോയൽ പോലീസ് ഓഫ് ഒമാനിലെ നമ്മളാദ്യം പോയിട്ട്, ഇതിന് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ RT ഓഫീസ് പോലെ തന്നെ ഇവിടെ അതിനൊരു സെപ്പറേറ്റ് ആയിട്ടൊരു സെക്ഷൻ ഉണ്ട്. അവിടെ പോയിട്ട് നമ്മൾ ലേണേഴ്സ് ബുക്ക് നമ്മൾ കളക്ട് ചെയ്യുക. അതിൽ നമ്മുടെ സിഗ്നൽസിനെ കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും ഉണ്ടാവും. ആ സമയത്ത് തന്നെ നമുക്കൊരു ഐ ടെസ്റ്റ്, നമ്മുടെ കണ്ണ് എത്രത്തോളം നമ്മുടെ കണ്ണിൻ്റെ കാര്യക്ഷമത ചെക്ക് ചെയ്യുന്ന ഒരു ടെസ്റ്റ് കൂടി നമുക്കുണ്ടാവും. അതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഘട്ടം. 5 റിയാൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ബുക്ക് സ്വായത്തമാക്കാൻ സാധിക്കും. അതിനുശേഷം നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു നല്ല ട്രെയിനറെ കണ്ടെത്തുക എന്നുള്ളതാണ്. ഇവിടെ പ്രത്യേകിച്ച് നമുക്ക് നല്ല ട്രെയിനറെ കിട്ടുക എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ പാർട്ട് എന്ന് പറയുന്നത്. നല്ല ട്രെയിനറെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ 1 അല്ല 100 അല്ല എത്ര പ്രാവശ്യം നിങ്ങൾ ടെസ്റ്റ് ചെയ്തോ അതുകൊണ്ടൊന്നും കാര്യം ഉണ്ടാവില്ല. കാരണം നല്ലൊരു ട്രെയിനറെ കിട്ടിയെങ്കിൽ മാത്രമേ നമുക്കത് പാസ്സാക്കാൻ. നമ്മൾ വളരെ നല്ലൊരു ട്രെയിനറെ കിട്ടുക എന്നുള്ളത് വളരെ സൂക്ഷ്മമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. മൂന്നാമത്തെന്ന് പറയുന്നത് നമ്മൾ ട്രെയിനിങ്ങിന് അറ്റൻഡ് ചെയ്ത് നമുക്ക് ഏകദേശം നമുക്ക് വരുന്ന ഒരു പ്രയാസം എന്ന് പറയുന്നത്, ഒന്ന് റൈറ്റ് സൈഡ് ഡ്രൈവിങ് ലെഫ്റ്റ് സൈഡ് ഡ്രൈവിങ്ങിലേക്ക് വരുമ്പോഴുള്ള ഒരു പ്രയാസം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ റൗണ്ട് അബൌട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കുണ്ടാകുന്ന കൺഫ്യൂഷൻസ്, പ്രത്യേകിച്ച് പുതുതായി വരുന്ന മലയാളികളെ സംബന്ധിച്ചുണ്ടാകുന്ന അല്ലെങ്കിൽ ഇന്ത്യക്കാരെ സംബന്ധിച്ചുണ്ടാകുന്ന കൺഫ്യൂഷൻസ്. മൂന്നാമതായി വരുന്നത് നമുക്ക് ഈ സിഗ്നൽസിൽ വരുന്ന, നമുക്ക് അറിയാം റോഡ്സിൻ്റെ സിഗ്നൽസ്, സയൻസ്, ഇതൊക്കെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ കൺഫ്യൂഷൻസ്. ടേൺ തിരിയുമ്പോൾ നമ്മൾ ഏത് ട്രാക്കിലേക്ക് മാറണം, ലെഫ്റ്റിൽ പോകുമ്പോൾ ഏത് ട്രാക്കിലായിരിക്കണം, നമ്മൾ സ്ട്രൈറ്റിൽ പോകുമ്പോൾ നമ്മൾ ഏത് ട്രാക്കിലായിരിക്കണം എന്നുള്ള ആ ഒരു റോഡും സിഗ്നൽസും തമ്മിലുള്ള ആ ഒരു കാര്യമാണ്. ഈ 3 കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും നമ്മൾ ഇവിടെ ഫസ്റ്റ് ഘട്ടത്തിൽ നമ്മൾ നേരിടുന്ന ഒരു പ്രയാസം എന്ന് പറയുന്നത്. അപ്പോൾ മാക്സിമം ട്രെയിനിങ്ങിൽ അറ്റൻഡ് ചെയ്തുകൊണ്ട്, ട്രെയിനിങ് നോർമലി ഇവർ പെർ അവറിനാണ് ഓരോ ട്രെയിനേഴ്സും 6 റിയാൽ അല്ലെങ്കിൽ 7 റിയാൽ, ഇതാണ് ഇപ്പോഴത്തെ ഒരു നോർമൽ റേറ്റ്. അത് പലരും അതനുസരിച്ച് ചിലപ്പോൾ നമുക്കൊരു പാക്കേജ് ആയിട്ടുണ്ട്, ലൈസൻസ് കിട്ടുന്നവരെയുള്ള ട്രെയിനിങ്ങിൻ്റെ ഒരു പാക്കേജ് ആയിട്ട് തരുന്ന ട്രെയിനേഴ്സും ഉണ്ട്. പക്ഷേ പ്രത്യേകിച്ച് ഈ ഒരു മേഖലയിൽ കോമ്പറ്റീഷൻ ഉള്ളതുകൊണ്ടും അതേപോലെ തന്നെ ചൂഷണം നേരിടുന്നതുകൊണ്ടും ചിലപ്പോൾ ഈ ട്രെയിനേഴ്സ് നമുക്ക് എല്ലാ കാര്യങ്ങളും ഫസ്റ്റ് സമയത്ത് തന്നെ പറഞ്ഞു തന്നോണമെന്നില്ല. അത് നമ്മൾ നേരിടുന്നൊരു വലിയ പ്രയാസമാണ്. ഇപ്പോൾ നമ്മൾ ടെസ്റ്റിൻ്റെ രണ്ടാമത്തെ ഘട്ടം ഈ ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം, ഈ ട്രെയിനിങ്ങിൽ നമുക്ക് ഫസ്റ്റ് ഘട്ടത്തിൽ നമുക്ക് ഈ ഡ്രം സ്ലോപ്പ് എന്ന് പറയുന്ന 2 ടെസ്റ്റുകൾ,
അതാണ് മെയിനായിട്ട് നമ്മൾ പാസ്സാവേണ്ട ഫസ്റ്റ് ഘട്ടത്തിൽ. അപ്പോൾ ഈ ഡ്രം ടെസ്റ്റ് പാസ്സാകാൻ വേണ്ടിയിട്ട് ടെക്നിക്കുണ്ട്. ആ ടെക്നിക്ക് നമുക്ക് അവർ ട്രെയിനേഴ്സ് പറഞ്ഞു തരും. ഒന്നുമില്ല, നമ്മൾ നാട്ടിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ നമ്മുടെ ആ ഡ്രംസ് ബാക്കിൽ നമ്മുടെ സൈഡ് ഗ്ലാസ്സിലൂടെ കണ്ടിട്ട് അത് നമ്മളതിനനുസരിച്ച് നമ്മൾ റിവേഴ്സ് ചെയ്ത്, അതായത് ഇവിടെ ഒരു എൽ ഷേപ്പിലാണ്, ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ എല്ല്, റൈറ്റ് സൈഡിൽ എല്ല്, ഓക്കെ, ആ രീതിയിലാണ് നമ്മൾ റിവേഴ്സ് ചെയ്ത് നമ്മളതിലേക്ക് കറക്റ്റായി കഴിഞ്ഞാൽ നമ്മൾ ഡ്രം ടെസ്റ്റ് പാസ്സായി. അതിനുശേഷം രണ്ടാമത്തെ ടെസ്റ്റ് സ്ലോപ്പ് ടെസ്റ്റാണ്. നമ്മളൊരു കയറ്റത്തിൽ വണ്ടി നിർത്തിയിട്ട് അവിടുന്ന് അവർ സിഗ്നൽ കാണിക്കും. അവിടെ സിഗ്നൽ ലൈറ്റ് ഉണ്ടാവും. ആ സിഗ്നൽ ലൈറ്റ് കത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പോവാം. ആ സമയത്ത് നമ്മൾ വണ്ടി ബാക്ക് വരുന്നുണ്ടോ എന്നുള്ള അവരോടൊന്ന് നോക്കും. അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അതും പാസ്സായി. ഇറ്റ്സ് സിമ്പിൾ. ഇത് നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് ഡ്രൈവിംഗ് അറിയുന്ന ഒരാളെ സംബന്ധിച്ച് ഇതൊരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. നാട്ടിൽ ഡ്രൈവ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. എങ്കിലും നമ്മൾ ആ ഒരു മെഷർമെൻറ്റ് നമ്മൾ അത് റെഡി ആവുന്നുള്ള രീതിയിൽ മെഷർമെൻറ്റ് എടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രതീക്ഷിച്ച സമയത്ത് നമുക്കൊരു ചെറിയൊരു പേടിയും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ പേടിയെ ഒന്ന് മാറ്റി വയ്ക്കുക, നമ്മൾ കൂളായിട്ടിരിക്കുക. നമ്മൾ മറ്റേ 3 Idiots സിനിമയിൽ പറയുന്ന പോലെ നമ്മൾ മനസ്സിനോട് തന്നെ ഓൾ ഈസ് വെൽ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു എന്താ പറയുക, ആ സമയത്ത് നമ്മൾ കൂളായി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് പാസ്സാവുന്നേ ഉള്ളൂ. പിന്നെയാണ് നമുക്ക് ഏറ്റവും വലിയ കടമ്പ വരുന്നത്. ഏറ്റവും ആളുകൾ പിന്നെ ഫെയിലാവുന്ന ഒരു മേഖലയാണ് ഈ റോഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഈ റോഡ് ടെസ്റ്റിൽ നമുക്ക് എങ്ങനെ പാസ്സാവാന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇവിടെ പല ഏരിയകൾ ഉണ്ട്. ഇപ്പോൾ മസ്കത്തിലാണെങ്കിൽ റൂവി, കുറം ഈ ഭാഗത്ത് ട്രെയിനിങ് എടുക്കുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്ന് പറയാൻ, നമ്മൾ ആ ട്രെയിനിങ് എടുക്കുന്ന ഏരിയയിൽ നമുക്ക് നല്ല റോഡുകളെ സംബന്ധിച്ച് നല്ല പരിചയം ഉണ്ടാക്കിയെടുക്കും. അതിനൊന്നെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനെ കൊണ്ട് നമ്മൾ ആ ഏരിയയിൽ ഇങ്ങനെ കറങ്ങാം. അതല്ലെങ്കിൽ നമ്മൾ ഈ ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് ആ ഏരിയ മാത്രം നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ആ ഏരിയയിലെ സിഗ്നൽ, ആ ഏരിയയിൽ റൗണ്ട് അബൌട്ട്, ആ ഏരിയയുടെ ഉള്ളേരിയയിലുള്ള റോഡുകൾ, അവിടെ ഉണ്ടാവുന്ന അവിടുത്തെ റൂൾസ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ ഏത് ഭാഗത്താണോ ടെസ്റ്റ് എടുക്കുന്നത്, ഇപ്പോൾ റുവി എന്ന് പറയുന്ന സ്ഥലത്ത് ടെസ്റ്റ് ഉണ്ട്, അതേപോലെ കുറം എന്ന് പറയുന്ന സ്ഥലത്ത് മസ്കത്തിലാണെങ്കിൽ ഉണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ സലാല ഭാഗത്താണെങ്കിൽ ആ ഏരിയയിൽ ഉണ്ടാവും, ഓക്കെ. അതേപോലെ ടെസ്റ്റ് എടുക്കുന്ന ഏരിയയിലുണ്ടാവും. ആ ഏരിയയിലാണ് ഇവർ നമ്മളെ പ്രധാനമായിട്ട് അതിൻ്റെ ഒരു 2-3 കിലോമീറ്റർ അല്ലെങ്കിൽ 4 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് നമ്മളെ ഈ ടെസ്റ്റിന് വേണ്ടിയിട്ട് ഇവിടുത്തെ പോലീസ് നമ്മൾ കൊണ്ടുപോവുക. അപ്പോൾ ആ ഏരിയയുമായി ബന്ധപ്പെട്ട് നല്ലൊരു ഐഡിയ ഉണ്ടെങ്കിൽ, ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ആ റോഡ് ഇത് എവിടെ എൻഡ് ചെയ്യാമെന്ന് നമുക്ക് ചിലപ്പോൾ അത്രയും ഫോക്കസ് ആ സമയത്ത് നമുക്ക് കിട്ടിക്കോണമെന്നില്ല. കാരണം അവിടെ യു ടേൺ അലൗഡാണോ, അവർ ചിലപ്പോൾ നമ്മൾ പറയും റൗണ്ട് അബൌട്ട്, ഫുൾ റൗണ്ട് അബൌട്ട്, ലെഫ്റ്റ് റൈറ്റ് എന്നൊക്കെ പറയും. പക്ഷെ അവിടെ റൗണ്ട് അബൌട്ട് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഫുൾ റൗണ്ട് അബൌട്ട് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ലെഫ്റ്റ് സൈഡിലെ ട്രാക്കിലേക്ക് മാറും. പിന്നെ നമ്മളവിടെ എത്തുമ്പോഴാണ് ഏകദേശം 1 കിലോമീറ്റർ മുന്നായിരിക്കും ഇവർ പറയുന്നത്. പിന്നെ നമ്മളവിടെ എത്തുമ്പോഴായിരിക്കും അവിടെ റൗണ്ട് അബൌട്ടൊന്നും ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവുക, ഓക്കെ. അപ്പോൾ അങ്ങനെയുള്ള ചില അപ്പോൾ ഇവരെ സംബന്ധിച്ചപ്പോൾ നമുക്ക് റോഡിനെ കുറിച്ച് ബോധ്യമില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അവരത് നമ്മുടെ ബുക്കിൽ, നമ്മുടെ ഈ ലേണേഴ്സ് ബുക്കാണ് ഇവർ ടിക്ക് ചെയ്യുന്നത്. നമ്മൾ എന്തൊക്കെ കാര്യം 22 കാര്യങ്ങൾ അതിലുണ്ട്. ഈ 22 കാര്യങ്ങളിൽ അവർ ശ്രദ്ധിക്കുന്ന 8 കാര്യങ്ങളാണ്. ഈ 8 കാര്യങ്ങൾ നമ്മൾ വളരെയേറെ കെയർഫുള്ളായിട്ട് നമ്മൾ നോക്കണം. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡാണ്. നമ്മൾ എത്രത്തോളം ഫോക്കസ്ഡ് ആണ്, നമ്മൾ എത്രത്തോളം റോഡിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യുന്ന കാര്യമാണ് ആ 22 കാര്യങ്ങളിലെ പ്രധാനപ്പെട്ട 8 കാര്യങ്ങൾ. അതിൽ ഒന്നാമത്താണ് ഞാൻ പറഞ്ഞ മൈൻഡ്. രണ്ടാമത്തെ നമ്മുടെ മിറേഴ്സ്, നമ്മുടെ സൈഡിലുള്ള സൈഡ് മിറർ, അതുപോലെ ഉള്ളിലുള്ള മിറേഴ്സിലൂടെ നമ്മൾ ബാക്കിലും സൈഡിലും എത്രത്തോളം നോക്കുന്നുണ്ടെന്നുള്ളതാണ്. നമ്മൾ വൈൽ ഡ്രൈവിങ് ചെയ്യുന്ന സമയത്ത്, റിവേഴ്സ് ചെയ്യുന്ന സമയത്ത്, ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ എന്താണോ നോക്കി കാണുന്നത് എന്നുള്ളതാണ് ഇവർ രണ്ടാമതായിട്ട് ചെക്ക് ചെയ്യുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ എത്രത്തോളം റോഡിൽ, ഓരോ റോഡിന് അനുസരിച്ച് നമ്മൾ ആ സാഹചര്യത്തിൽ, ഇപ്പോൾ നമ്മളൊരു പുതിയ റോഡിലേക്ക് കിടക്കുന്ന സമയത്ത് നമ്മൾ എത്രത്തോളം എന്താ പറയുക കെയർഫുൾ, നമ്മൾ സ്ലീപ്പി മോഡിലാണോ അതല്ല നമ്മൾ ആ സമയത്ത് ആക്ട് ചെയ്യുന്നുണ്ടോ. കാരണം ചില സമയത്ത് നമ്മൾ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ അവിടെ വാഹനങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ നമ്മളവിടെ വെറുതെ നിർത്തിയിട്ട് കാര്യമില്ല. അപ്പോൾ ആ സമയത്ത് നമ്മൾ വാഹനങ്ങളില്ലെങ്കിൽ പാസ് ചെയ്ത് പോവുക. ഉദാഹരണമായിട്ട് ഇപ്പോൾ നമ്മളൊരു റൗണ്ട് ബോട്ടിൽ എത്തുന്ന സമയത്ത് നമുക്ക് നിയമം അനുസരിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. വണ്ടി നിർത്തിയിട്ട് സെക്കൻഡിലിട്ട് നമ്മൾ
പോവുക, ഏറ്റവും റൈറ്റ് സൈഡിലെ ട്രാക്ക് എടുത്തുകൊണ്ട് നമ്മൾ നേരെ പോവുക എന്നുള്ളതുണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ ആ സമയത്ത് വണ്ടിയൊന്നും ഇല്ലെങ്കിൽ നമ്മളവിടെ നിർത്തേണ്ട ആവശ്യമില്ല, നമുക്ക് നേരെ തേർഡ് ഗിയറിലിട്ട് തന്നെ നമുക്ക് പോവാം. ഓക്കെ, അപ്പോൾ അത് അവർ ചെക്ക് ചെയ്യും, നമ്മൾ എത്രത്തോളം സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്, നോർമലായിട്ട് നമ്മൾ എത്രത്തോളം ഡ്രൈവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അവർ ചെക്ക് ചെയ്യുന്നത്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ റോഡാണ്. നമ്മൾ ഓരോ ട്രാക്കിലും നമ്മളെങ്ങനെ സ്പീഡിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നുണ്ടോ, റൈറ്റിലേക്ക് ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നുണ്ടോ, അതേപോലെ ട്രാക്കിൽ തന്നെ നമ്മൾ ആ ട്രാക്കിലെ ലൈൻസ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. കാരണം അവർ നമ്മളോട് ചിലപ്പോൾ ലെഫ്റ്റ് എന്ന് പറയുന്ന സമയത്ത് ആ ട്രാക്ക് ഫുൾ ലൈൻ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു മിസ്റ്റേക്ക് ചെയ്തു എന്നുള്ളതാണ്, അത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ആ റോഡിൻ്റെ വളരെ മുന്നേ തന്നെ നമ്മൾ പ്രത്യേകിച്ച് റൗണ്ട് ബോർഡിൽ സിഗ്നലൊക്കെ എത്തുന്ന മുന്നേ തന്നെ ഇത് എവിടെയാണ് അവസാനിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നല്ലൊരു ഐഡിയ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത് ട്രാക്ക്, നാലാമത്തെ കാര്യം. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഓരോ ജംഗ്ഷനിലെത്തുന്ന സമയത്ത് വാഹനം, ഇപ്പോൾ നമ്മൾ ലെഫ്റ്റിലേക്ക് തിരിയുന്ന സമയത്ത് നമ്മൾ വാഹനം എങ്ങനെ നമ്മൾ തിരിയുന്നു എന്നുള്ളതാണ്. നമ്മളിങ്ങനെ റോഡിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ ലെഫ്റ്റിലേക്ക് നമ്മൾ തിരിയുന്നത് അത് കറക്റ്റായിട്ട് തിരിയുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ തിരിയുന്നത് നമ്മൾ കറക്റ്റ് ഇതിലൂടെ തന്നെയാണോ, ട്രാക്കിലൂടെ തന്നെയാണോ തിരിയുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്യുകയാണ് നാലാമത്തെ കാര്യം. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റെയറിങ്. നമ്മളിപ്പോൾ നാട്ടിലൊക്കെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ ഒരു കൈ ചിലപ്പോൾ നമ്മൾ നമ്മുടെ ഗിയറിലൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പോവാറ്. പക്ഷേ ഇവിടെ നമ്മളങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമ്മളെ കൈ അതുപോലെ തന്നെ നമ്മൾ സെൻട്രലായിട്ടുണ്ട്, നമ്മൾ ഇങ്ങനെ ഈ ഒരു രീതിയിലായിരിക്കണം നമ്മൾ സ്റ്റെയറിങ് പിടിക്കേണ്ടത്. അതായത് മിഡിലിൽ അതായിട്ട് നമ്മൾ പിടിച്ചിട്ട് നമ്മൾ എപ്പോഴാണോ ഗിയർ മാറ്റുന്നത് ആ സമയത്ത് മാറ്റിയ ഉടൻ തന്നെ നമ്മൾ സ്റ്റെയറിങ്ങിലേക്ക് കൈ വെക്കണം. അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഞാൻ പറഞ്ഞില്ല 22 കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നതിൽ 8 കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്റ്റെയറിങ് നമ്മൾ കറക്റ്റ് അല്ലെങ്കിൽ നമ്മൾ ഫെയിലാവും. ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഓരോ സാഹചര്യം, ഇപ്പം നമ്മൾ മുന്നിലൊരു വാഹനമുണ്ട്, നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് ഒരു ട്രക്ക് നമ്മളെ മുന്നിലുണ്ട്, നമ്മൾ ആ ട്രാക്കിൽ തന്നെ. അപ്പോൾ ആ ട്രക്ക് നമ്മൾ വളരെ മുന്നേ തന്നെ നമ്മൾ ആ ട്രക്കിനെ കണ്ടുകൊണ്ട് നമ്മുടെ ലൈൻ ചേഞ്ചിങ് നടത്തണം. അതല്ല അതിന് ബാക്കിൽ തന്നെ നമ്മൾ പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ആ ലൈൻ ചേഞ്ച് നടത്തുമ്പോൾ ആ സമയത്ത് നമ്മൾ ബാക്കിൽ നോക്കുന്നത്, അതല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ പെട്ടെന്നൊരു വാഹനം വന്ന് നിന്നു, അതല്ലെങ്കിൽ ആൾ പാസ് ചെയ്ത് പോയി, ആ സമയത്ത് നമ്മൾ പിന്നെ ഇപ്പോൾ മെയിൻ ഹൈവേയിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഓൺ അടിക്കണം. അത് ആ സമയത്തിനനുസരിച്ച് നമ്മൾ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് ഏഴാമത്തെ പോയിൻ്റ്. എട്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ക്ലച്ച്, ഗിയർ, നമ്മളത് തമ്മിലുള്ള ബാലൻസിങ് എത്രത്തോളം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എട്ടാമത്തെ പോയിൻറ്റ്സ്. ഈ 8 പോയിൻറ്റ്സും വളരെ കെയർഫുള്ളായിട്ട് നമ്മൾ നോക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ട്രൈ തന്നെ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ സ്വാഭാവികമായിട്ട് ഫസ്റ്റ് ട്രയൽ നമ്മൾ കുറച്ചുകൂടി എത്രത്തോളം ഇവരുണ്ട് എന്നുള്ളത് ചിലപ്പോൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് അറിയാതെ എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നാൽ പോലും ഇവർ നമ്മളെ ഫെയിലാക്കും. പക്ഷേ ഡെഫിനറ്റ്ലി നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാലേ ഇവർ ഫെയിലാക്കുന്നുള്ളൂ. ഈവൻ ദോ ഞാനിപ്പോൾ 2 പ്രാവശ്യം ഫെയിലായിട്ടുണ്ട്. മൂന്നാമത്തെ ട്രയലിലേക്കുള്ള ശ്രമത്തിലാണ് ഇൻഷാ അല്ലാഹ്. എനിവേ, ഇതാണ് ഒമാനിലെ ലൈസൻസ് എടുക്കാനുള്ള പ്രധാനപ്പെട്ട ടാസ്ക്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഉപകാരപ്പെടും എന്ന് തോന്നുമെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് അടിക്കാം, നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു ഓൾ.